പരത്തിയ എണ്ണയിലേക്ക് മുറി കൈ അല്ല, അത് പരത്തിയ എണ്ണയിലേക്ക് കൈ മുക്കാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ മാസം നമ്മളെല്ലാവരും കൂടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ സീതത്തോടൊന്ന് കൂടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ പോയി നല്ല ചൂട് പരിപ്പോടാ. വാ, കുറച്ച് വിശേഷം പറഞ്ഞുതരാം. നീ അവിടെ പോയിരിക്കുക. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അക്കോട് ഓണായിരിക്കത്തില്ലല്ലേ? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, വണ്ടിയുടെ ഒച്ച കേൾക്കും. അതല്ലാണ്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നമ്മുടെ സീതത്തോട് തന്നെയുള്ള 3 കല്ല് നമ്മുടെ ഇറക്കത്തിലെ ഞാൻ പഠിച്ച 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടുമേളത്തെ ചായക്കടയിൽ നല്ല ചൂട് പരിപ്പോട. ഞാനിപ്പോൾ കോരിയെടുത്ത പരിപ്പോടയും ഇതും കൂടെയാണ്. പിന്നെ പനിയായത് കാരണം എൻ്റെ മുഖത്ത് ഇടയ്ക്ക് ചെറിയൊരു പനിയോ തലവേദനയൊക്കെ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഒന്ന് വീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ മാസം എന്നായിരുന്നു, 25-ാം തീയതി 24-ാം തീയതി കഴിഞ്ഞ മാസം 24-ാം തീയതി നമ്മളൊരു ട്രിപ്പ് വെച്ചില്ലായിരുന്നു സീതത്തോടേക്ക്, നമുക്ക് വേണ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ 24 പേര് കൂടുതൽ നമുക്ക് ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 24 സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങൾ വീട്ടുകാരും നമ്മുടെ സൈന എല്ലാവരും കൂടെ ഞങ്ങൾ 10 പേര്, പിന്നെ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരീച്ച ഈ വണ്ടനെ വിട്ട് പോകുന്നില്ലല്ലോ, ശാലിൻ ചേച്ചി എല്ലാം കൂടെ നമ്മൾ 35 പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ. നമുക്ക് ഇതിൽ കൂടുതൽ ആൾക്കാരെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് പറ്റത്തില്ല. അപ്പം അടുത്ത അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആദ്യം വിളിച്ച 24 പേരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളായിരുന്നു. ഉൾക്കൊള്ളാനല്ല, കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നേ. അപ്പോൾ അടുത്ത 24 പേരുമായിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കൂൾ തുറന്നതും ജോലി തിരക്കും ഒക്കെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ 2ാം ശനിയാഴ്ചയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. വരുന്ന മെയ് 13, അതായത് ഈ മാസം ജൂൺ 13, മെയ് 13-ാം തീയതിയാണ്. ജൂൺ 13, ഇത് രണ്ടും മെയ് 13. എന്തുവാ നീ പറയുന്നത്? മിനിറ്റ്, വണ്ടി പോട്ടെ. അപ്പോൾ ഈ വരുന്ന മെയ് കഴിഞ്ഞല്ലോ, സോറി, ഈ വരുന്ന ജൂൺ 13 എനിക്ക് എന്തോ പറ്റിയെന്ന് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നതൊന്നുമില്ല. ഞാൻ മനസ്സിൽ കണക്കാക്കുന്ന ഒന്ന്, എൻ്റെ തലച്ചോറിന് മനസ്സിലാവുന്ന ഒന്ന്, ഞാൻ പറയുന്നത് വേറൊന്ന്. 2-3 ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെയാണ്. അപ്പം പറഞ്ഞു വന്നതിന് ഒന്നുമില്ല. ഈ മാസം 13-ാം തീയതി, അതായത് ഈ ജൂൺ 13, 2ാം ശനിയാഴ്ച വീണ്ടും നമ്മളെല്ലാവരും കൂടെ ഒരുമിക്കുന്നു. ഒന്ന് ഓർത്ത് വയ്ക്കുക, നല്ല പെരുമഴ, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നല്ല നാടൻ ഭക്ഷണം തന്നെ ഉണ്ടാക്കി ചൂടോടെ കഴിച്ച് ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തങ്ങുന്നു. പിറ്റേന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നു, നമ്മൾ നമ്മളെ പണി നോക്കി പോകുന്നു. പണി നോക്കി പോകുന്നു പറഞ്ഞാൽ ആ പണിയല്ല, ഫാമിലെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ജൂൺ 13-ാം തീയതി നിങ്ങൾക്ക് ഒറ്റയ്ക്കോ കുടുംബത്തോടോ കൂട്ടുകാരുടെ കൂടോ എങ്ങനെ വേണേലും വരാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 പേര് കൂടുതൽ ഗസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ബാക്കി ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ കുറേ എണ്ണം ഉണ്ടെന്ന്, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ വരണം. ഒരു കാര്യമാണ്, ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. സൈനയുടെ നമ്പറാണ്, ഫോൺ എടുക്കും. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്കും കുഞ്ഞാവയ്ക്കും വേണ്ടപ്പെട്ട ആളുടെ കുറച്ച് സ്ഥലം, ഒരു 12.5 സെൻറ്റ് സ്ഥലം തട്ട അടൂർ ഭാഗത്ത് കൊടുക്കാനുണ്ട്. വീട് വെക്കാൻ പറ്റിയ സ്ക്വയർ പ്ലോട്ട്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായതും കൊണ്ടും ഇപ്പോഴത്തെ അത് അവർക്ക് വിൽക്കേണ്ടതായ ഒരു സാഹചര്യം ആയതുകൊണ്ടും പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇനി വിൽപ്പനയ്ക്കും അതിനും ഇതിനും പറഞ്ഞുകൊണ്ട് തന്നെ ആരും വിളിക്കണ്ട. ഞാൻ അങ്ങനെ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതല്ല, അറിയാവുന്ന ആളായതുകൊണ്ടും ജെനുവിനായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. നല്ല സ്ക്വയർ പ്ലോട്ടാണ്, റോഡിന് തൊട്ടടുത്താണ്. ഒരു 12.5 സെൻറ്റ് സ്ഥലം അവർ വിൽക്കുന്നുണ്ട്. തട്ടാടൂർ ഭാഗത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, തിരിച്ച് കോൺടാക്ട് ചെയ്യും. അത്രയും കാര്യം മനസ്സിലായാലോ? നല്ല ചായ കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ വർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നു. അവരുടെ വീട് വീടോ ഇവിടെയാണ് താമസിക്കുന്നത്. ആയിരിക്കും ഇപ്പം അവിടെ നിന്ന് വന്നു. ആരാ നോക്കിയാൽ നമ്മുടെ അജയ്
കുഞ്ഞൊന്ന് അടുത്ത് നിന്നടാ. എടാ നീ ഒന്ന് എവിടെ ആണോ? നിന്നേ. നിങ്ങളെ കണ്ടപ്പോ ചേട്ടനെ അനിയനെയും പോലെ ഉണ്ടല്ലോ. ആയ് ഒരേ പോലെ ചിരിച്ചോ ഞാൻ. അടിപൊളി. अरे तुम बहुत बड़ा हो गया. किडू है इधर, किडू आज स्कूल में. हाँ. सोनू मम्मी किधर है? हाँ. हाँ. कोई बात नहीं, बाद में बात करें. दूसरे का रूम में गया. अच्छा. हेलो, डाक दो, माँ के डाक दो, जोरो जोरो डाक दो. അവനോട് ചോദിച്ചാ കഴിക്കണോന്ന്. അപ്പോൾ ചോറ് കഴിച്ചിട്ടാ വന്നേന്ന്. വേണ്ടാന്ന്. നമ്മൾ പഴം പറ്റി കേട്ടോ. ना माँ के डाक दो, माँ के डाक दो. बोलो कि मासीमुनी कथा बोले, मासीमुनी कथा बोले, डाक दो. ചേട്ടത്തി വിളിക്കുന്ന വാതിൽ തുറക്കാൻ കേട്ടാ. അജയ് ഞായറാഴ്ച വരും. ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്. ആള് സീതത്തോട്ടി തന്നെ ഉണ്ട്. ना दीदी कथा बोले, दीदी. ठीक है, आप कैसे हो? कब आ रहे वापस? आएगा, बहुत दिन बाद देखा. हाँ, अब वापस कब आएगी? कहाँ पे? मैं इधर इनके साथ और ये देखो दोनों के साथ अच्छा, चाय पीने आई. घूमने. हाँ, घूमने घूमने आई. चलो ठीक है, बाद में मिले. अभी जा रहे. ठीक है, बाय. इधर आओ ना घूमने. आप तो इधर आओ, वापस आ जाओ. हाँ मैं जाएगा. हाँ हाँ हाँ, हम भी आएंगे उधर. ठीक. घूमने इधर आइए, ठीक है. हाँ. हाँ जी, कैसे हो? हाँ, भूल गए आप लोग. मरनोന്ന്. नहीं नहीं. उसको समझ में आने के लिए थोड़ा टाइम लगेगा. मैं बोला भूल गया. हाँ हाँ हाँ, मैंने सुना. चलो ठीक है, बाय. ओके, बाद में. हेलो. എന്റെ പഴം. दीदी या जीजा जी एखाने আসছি বাস. ठीक है सर. കള്ളവണ്ടി കയറി ഒക്കളിഞ്ഞ് പോരണം കേട്ടോ. രാവിലെ വാതിൽ ഉറക്കും. വാതിൽ നിന്ന് അമ്മേന്ന് വിളിച്ചു കുട്ടുമേന്ന് ഞാൻ വിളിച്ചു. മഴ വരവാ. എൻ്റെ പൊന്നെ വെയിലടി അവിടെ. അതിനപ്പുറം കയറി നിൽക്കാം. നമ്മളെ കുട്ടുമേനെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ടേ. കുട്ടുമ്മ വിശാഖപട്ടണത്താണ് പോകുന്നത്. അതിന് അമ്മ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയതാ. കാരണം അമ്മയായിട്ടായിരുന്നു ഭയങ്കര അറ്റാച്ച്ഡാ. റോഡിലോട്ട് പോകാം. പശുവും കൂടെ ആവും നിന്നാൽ വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റൂല. ഞാനല്ലേ വരുന്നത്. എന്തിനാ ഈ പശുവിനൊക്കെ പേടിക്കുന്നേ? ഉടിപ്പൊക്കെ ഇട്ടിട്ട് ആനായിട്ട് എവിടെ പോവാ? നിന്റെ കണ്ണെവിടെയാ? സ്ലൈഡ് കിട്ടിയോ? കിട്ടുമ്പോ അതിൻ്റെ അത് അകലുന്നത് അതാ അങ്ങ് ഊരിപ്പോ. അല്ല, ആളെ മുടിയുടെ ഇതുകൊണ്ട്. ആരാ അത്? അവര് പിള്ളേരാ. അവര് പിള്ളേര് ചാരത്തിൽ കിടന്ന് ചാരത്തിൻ്റെ നിറമായല്ലോ. മഴയും പിടിച്ച് ഈ തീയുടെ ചൂട് പിടിച്ച് വന്ന് കിടക്കുക. അവര് പിള്ളേരാ. ഒരു പിള്ളേരാ. എല്ലാം ഉണ്ടല്ലോ. നല്ല മഴ, അടിപൊളി മഴയാണ് രാവിലെ. എന്ത് രസമാണെന്നറിയോ? ഈ നല്ല മഴ പെയ്യത്തില്ലേ, അളിഞ്ഞ മഴയെന്ന് പറയത്തില്ലേ, ഇറങ്ങാൻ പറ്റാത്ത മഴ. ആ മഴയത്ത് പണിയെടുക്കണം, പറമ്പിലും വീട്ടിലും എല്ലായിടത്തും. എന്ത് രസമാണെന്നറിയാമോ? എനിക്ക് ഞാൻ നനഞ്ഞ് പണിയെടുക്കണം. ഞാൻ എന്താ വെച്ചാൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നനഞ്ഞ് പിന്നെ മുറ്റത്ത് ടാർപ്പ് കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ പോയിരിക്കും ഫ്രീ ആകുമ്പോൾ. എന്നിട്ട്
അടുത്ത പണിക്ക് ഇറങ്ങും. വീടിനകത്ത് കയറിയാൽ പിന്നെ കുളിക്കണം, ഡ്രസ്സ് മാറണം, എല്ലാം ചെയ്യണ്ടേ. വൈകിട്ട് വരെ ഇങ്ങനെ നനഞ്ഞിരിക്കുക. എപ്പോഴാണ് പനി പിടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്ത് രസമല്ലേ മഴ. ആ ഭിത്തിയിലെ പടങ്ങളൊക്കെ കണ്ട്. ഇതെല്ലാം എൻ്റെ മോൻ്റെ ആർട്ട് വർക്കാണ്. ഇനി ഭിത്തിയ വരയ്ക്കുക. ആ പേന വിളിച്ചോ? അപ്പയുടെ പേനയല്ലായിരുന്നു അത്? അപ്പം കണക്കെഴുതുന്ന പേനയില്ലേ അത്? ഇഷ്ടംപോലെ പേനയുടെ അല്ല, ഞാൻ എഴുതിക്കൊണ്ടിരുന്ന പേന എനിക്ക് വേണം. അതോ പൊളിച്ചു കളഞ്ഞതോ? അത് നിന്നെ എന്തോത്തിനാ അവിടെ ഇരുത്തിയത്? ഇപ്പോ നീ എന്തോത്തിനാ അവിടെ ഇരിക്കുന്നേ? പേന വിളിക്കാനാണോ? ആ വടി എന്തിയമ്മേ? ഏതക്ഷരം ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഏതക്ഷരം അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? പറയടാ. ഞാൻ പറഞ്ഞില്ലേ, നീ എഴുതുമ്പോഴേ ഞാനൊരു ദിവസം പോലും പഠിക്കുന്ന പറഞ്ഞ് പുറകെ നടന്നിട്ടില്ല. സമാധാനത്തോടെ തന്നെ ആയിരുന്നു എഴുതുന്നത്. അത് കേട്ട ഉടനെ ബുക്ക് എടുത്തോണ്ട് വെച്ച് എഴുതുക. ഞാനും അതുപോലെ കാണുന്നു. അതുകൊണ്ട് നൂത്ത് വെച്ച് തീർന്നു. ഇതിനൊക്കെ രണ്ടടിയുടെ കുറവുണ്ട്.